ഗൈസ്, അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുറത്ത് ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പുലർച്ചയ്ക്ക് തൊട്ടിട്ട് നല്ല മഴ ഉണ്ട്. അപ്പോൾ ഇന്ന് ഭയങ്കര മഴ ദിവസമാണെന്ന് തോന്നുന്നു. ആൻഡ് സൗണ്ട് ഇച്ചിരി ക്ലിയർ കുറവാണെങ്കിൽ ലൈക്ക് എന്നോട് ക്ഷമിക്കുക, കാരണം പുറത്ത് ഭയങ്കര മഴ പെയ്യുന്നതുകൊണ്ടാണ്. ആൻഡ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ MBBS സ്ട്രഗിൾസ്. ആൻഡ് ഇന്നത്തെ വീഡിയോ ടോട്ടലി അൺഫിൽറ്റേർഡ് ആണ്. അതായത് ഇതിനകത്ത് ഞാൻ എല്ലാം ഓണസ്റ്റ് ആയിട്ടാണ് പറയാൻ പോകുന്നത്. എനിക്ക് ഫസ്റ്റ് ഇയറിൽ ഉണ്ടായ സ്ട്രഗിൾസും നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ എത്തുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന സ്ട്രഗിൾസും ആണ് പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾ എന്തുകൊണ്ട് വാച്ച് ചെയ്യണം എന്ന് വെച്ചാൽ, ഓൾമോസ്റ്റ് ഫസ്റ്റ് ഇയറിൽ ഒരു 80% ആൾക്കാർ മാത്രമേ പാസ് ആവാറുള്ളൂ. ബാക്കി 20% ഫെയിൽ ആവാറുണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 60% ആയിട്ടുള്ള ആൾക്കാർക്കും ഫസ്റ്റ് ഇയറിൽ ഈ സ്ട്രഗിൾസ് ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു ഗൈഡൻസ് ഫസ്റ്റ് ഇയറിൽ കിട്ടും. അതായത് നിങ്ങൾ എക്സ്പെക്റ്റേഷൻസ് വേഴ്സസ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ വീഡിയോസിൽ കാണുന്ന, ഈ മൂവിയിൽ കാണുന്ന, ഈ റീലിൽ കാണുന്ന ഒരു ഫസ്റ്റ് ഇയർ ഒക്കെ ആണ്. പക്ഷെ നമുക്ക് കിട്ടാൻ പോകുന്ന അതേ അല്ല. അപ്പോൾ ഇത് നിങ്ങൾ കൂടുതൽ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ എങ്ങനെയായിരിക്കും ഒരു ചെറിയ ഐഡിയ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് അധികം സംസാരിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഞാൻ ആദ്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഫസ്റ്റ് തന്നെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന സ്ട്രഗിളാണ് അക്കാഡമിക് സ്ട്രഗിൾ. അക്കാഡമിക് സ്ട്രഗിൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇമാജിൻ, നമ്മൾ അവിടെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി പഠിച്ചിട്ട് ഇവിടെ എത്തുമ്പോൾ നമുക്ക് അനാട്ടമി, ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, സബ്ജക്ട്സ് അത്രയ്ക്ക് വാസ്റ്റാണ്. ഞാൻ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുമല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് പറഞ്ഞു തരുക. സബ്ജക്ട്സ് അത്ര വാസ്റ്റാണ്, ടെക്സ്റ്റ് ബുക്സ് അത്ര വലുതാണ്. ഏത് ടെക്സ്റ്റ് വാങ്ങിക്കണം എന്ന് പോലും നമുക്ക് ഉറപ്പുണ്ടാവില്ല, എങ്ങനെ പഠിക്കണം എന്നറിയില്ല. പ്ലസ് എന്താ പറയുക, ഇപ്പം ഫസ്റ്റ് അനാട്ടമീനെ കുറിച്ച് പറയാം. അനാട്ടമി എന്ന് പറഞ്ഞാൽ അത്ര വാസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. പിന്നെ നമ്മൾ ഡിസെക്ഷൻ ഹാളിൽ ഫേസ് ചെയ്യുന്ന വലിയ സ്ട്രഗിൾസ്, ഫസ്റ്റ് ആ കഡാവറൊക്കെ കാണുമ്പോഴുള്ള ബുദ്ധിമുട്ട്, പിന്നെ ഡിസെക്ഷൻ ഹാളിൽ ചെല്ലുമ്പോൾ ആ ഫോമാലിൻ്റെ ലൈക്ക് നമ്മളെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരും, നമുക്ക് ലൈക്ക് മൂക്കൊക്കെ എരിയും, കണ്ണെരിയും, അങ്ങനെ അത് കുറച്ച് സ്ട്രഗിൾസ് നമ്മൾ ഫേസ് ചെയ്യും. ചില ആൾക്കാർ തല ഇറങ്ങി വീഴാറ് പോലും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്ട്രഗിൾസാണ് നമ്മൾ അനാട്ടമിയിൽ ഫേസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഹിസ്റ്റോളജി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അനാട്ടമിയിൽ തന്നെ വരുന്നതാണ്. അതിൽ നമ്മൾ കുറേ വരച്ചുണ്ടാക്കും ഒരു റെക്കോർഡിൽ. പക്ഷെ ആദ്യം ഒന്നും നമുക്ക് എന്താന്ന് പോലും മനസ്സിലാവില്ല. നമ്മൾ ഒരുമാതിരി മെഹന്തി ഡിസൈൻ വരയ്ക്കുന്ന പോലെ നമ്മളിങ്ങനെ വരച്ചോണ്ട് പോകും. അപ്പം അതാണ് അനാട്ടമീൻ്റെ. അപ്പം ഇതിനകത്ത് ഞാൻ ചെറിയൊരു ടിപ്പ് തരാൻ പോകുന്ന, അനാട്ടമി നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഡയഗ്രാംസ് വരച്ച് പഠിക്കുക. നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയില്ലെങ്കിൽ പോലും, എനിക്ക് ഒട്ടും വരയ്ക്കാൻ അറിയില്ലായിരുന്നു. അപ്പം ഞാൻ തീരെ കോൺഫിഡൻ്റ് അല്ലായിരുന്നു, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ മാക്സിമം വരച്ചാൽ നിങ്ങൾക്ക് ഡയഗ്രാംസ് വരയ്ക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പം നിങ്ങൾ ഡയഗ്രാംസ് വരയ്ക്കുക. ആൻഡ് ഫിസിയോളജിയിൽ എന്ന് പറയുമ്പം നമുക്ക് വരാൻ പോകുന്നൊരു വലിയ സ്ട്രഗിളാണ് നമ്മളെ എന്താ പറയുക, ലാബിൽ ഹെമറ്റോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലഡ് വെച്ച് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ബ്ലഡ് എടുക്കാൻ ഭയങ്കര പേടിയായിരിക്കും. ഇങ്ങനെ കയ്യിൽ നമ്മൾ കുഞ്ഞി പ്രിക്ക് കൊടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്ക് ബ്ലഡ് എടുത്തിട്ടാണ് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പോൾ ഇന്നെപ്പോലെ കുറച്ച് പേടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഭയങ്കര എന്താ പറയുക, കുത്താനൊക്കെ ഇങ്ങനെ ഇവിടെ വരെ എത്തും, പക്ഷെ നമ്മൾ കുത്തില്ല. അങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ ആക്കി ഇങ്ങനെ കുഞ്ഞേതായിട്ടൊന്നും പ്രിക്ക് ചെയ്തിട്ട് കാര്യമില്ല, അത്യാവശ്യം നല്ല രീതിക്ക് പ്രിക്ക് ചെയ്യണം. അപ്പം നമ്മളിങ്ങനെ കുത്തി കഷ്ടപ്പെട്ട് എന്താ പറയുക, ഇത് ആക്ച്വലി ഒരു ഫണ്ണായിട്ടുള്ളൊരു കാര്യം കൂടെയാണ്. നമ്മൾ ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് കുത്താൻ ഒരു പേടി ഉണ്ടാവില്ല. പിന്നെ ചില സമയങ്ങളിലൊക്കെ കുത്തി നമ്മുടെ ഇവിടെ ഒരു വയലറ്റ്, ഒരു പേർപ്പിൾ കളർ വരാൻ വരെ തുടങ്ങും. അപ്പോൾ ഒരു വിരൽ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഫിംഗറിനെ എടുക്കാൻ തുടങ്ങും. അങ്ങനെ അത് ഹെമറ്റോളജി കുറച്ച് ഇതായിട്ടുള്ള കാര്യമാണ്. പിന്നെ ബയോകെമിസ്ട്രിയിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന വലിയ സ്ട്രഗിൾ എന്താണെന്ന് വെച്ചാൽ സൈക്കിൾസ് പഠിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചൊക്കെ സൈക്കിൾസ് നമ്മുടെ എന്താ പറയുക ബയോളജിയിൽ പഠിച്ചാണ്. ഈ അപ്പം എയറോബിക്കോ അനേറോബിക്കോ ഒക്കെ നമ്മൾ പഠിച്ചാണ്. എന്നാലും അതിൻ്റെയൊക്കെ കുറേ സൈക്കിൾസ് നമുക്ക് ബയോകെമിസ്ട്രി പഠിക്കാറുണ്ട്. ബയോകെമിസ്ട്രി ലാബ് ആക്ച്വലി ഫണ്ണായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ അത്ര ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന സ്ഥലമല്ല. നമ്മുടെ കെമിസ്ട്രിയിൽ പണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള കുറേ എക്സ്പെരിമെൻറ്റ്സ് ആണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ പണ്ട് നമ്മൾ കെമിസ്ട്രിയിൽ ചെയ്തിട്ടുള്ള കുറേ എക്സ്പെരിമെൻറ്റ്സ് ആണ് നമ്മൾ ബയോകെമിൽ ചെയ്യുന്നത്. ഇറ്റ്സ് ആക്ച്വലി ഫൺ പ്ലേസ്. നല്ല രസമാണ് നമുക്ക് എക്സ്പെരിമെൻറ്റ്സ് ഇങ്ങനെ ചെയ്തിട്ട്. പക്ഷെ നമ്മൾ കറക്റ്റ് പറയുന്ന പോലെ തന്നെ ചെയ്താൽ നമുക്കതൊരു ഇഷ്യൂ ആയിട്ടുള്ളൊരു കാര്യമല്ല. ആൻഡ് അപ്പം
ഇത് കുറച്ച് കാര്യങ്ങളാണ്. ആൻഡ് പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വലിയ പ്രോബ്ലം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡെയിലി പോർഷൻസ് പഠിക്കണോ അതോ ഇൻറ്റേർണൽസിന് പഠിക്കണോ? അപ്പം നമുക്ക് രണ്ട് ഇൻറ്റേർണൽ ഒരു മോഡലാണ് ഉണ്ടാവുക. ഇതിലെ എലിജിബിലിറ്റി കിട്ടിയാലേ നമുക്ക്, ഇതിൽ പാസ്സായാലേ നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് എലിജിബിലിറ്റി കിട്ടും. അപ്പം അത് നമുക്ക് വലിയൊരു പ്രശ്നമായിട്ട് വരാൻ പോകുന്ന കാര്യമാണ്. ആൻഡ് ഹോസ്റ്റലിൽ പിന്നെ അടുത്തതാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഹോസ്റ്റലിലെ പ്രശ്നങ്ങൾ. ഹോസ്റ്റലിലെ പ്രശ്നം ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഹോസ്റ്റലിൽ ഓൾമോസ്റ്റ് എല്ലാ കോളേജിലും, ഇപ്പം നിങ്ങൾ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. വാർഡന്മാർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. ഇപ്പം നിങ്ങൾ ബ്രില്യൻറ്റിലൊക്കെ നിന്നതിനേക്കാളും എത്രയോ സ്ട്രിക്റ്റ് ആയിരിക്കും നിങ്ങളെ ഇവിടുത്തെ ഹോസ്റ്റല്. അതായത് നമുക്ക്, എനിക്കൊക്കെ എന്താ പറയുക, എനിക്കിഷ്ടമുള്ള ഒരു ഡ്രസ്സ് പോലും എനിക്ക് ധരിക്കാൻ പറ്റുക, അത് നോർമലായിട്ടുള്ള ഒരു കുഴപ്പമില്ലാത്ത ഡ്രസ്സ് പോലും അതുമാതിരി എന്നെ ഭയങ്കരമായിട്ട് വഴക്കൊക്കെ പറയുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വഴക്ക് വെക്കാനും, ഫുഡ് കഴിക്കാൻ നേരത്ത് ലേറ്റ് ആയാലോ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ വഴക്ക് വെക്കുമായിരുന്നു. അതാണ് ഹോസ്റ്റലിലെ ഒരു വലിയ പ്രശ്നം. നമുക്ക് പുറത്തിറങ്ങാനൊന്നും പറ്റില്ല. ഇപ്പൊ എന്ത് അത്യാവശ്യം വന്നാൽ പോലും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഇതാണ്. ആൻഡ് പ്ലസ് റേഞ്ച് ഒന്നും ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. ഞങ്ങൾക്ക് തീരെ റേഞ്ച് ഇല്ലായിരുന്നു. എന്നിട്ട് വീട്ടിലൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് വിൻഡോൻ്റെ അടുത്തൊക്കെ പോയി നിന്ന് അങ്ങനെ കഷ്ടപ്പെട്ടൊക്കെയാണ് വീട്ടിൽ ആദ്യം വിളിച്ചുകൊണ്ടിരുന്നത്. അത് ഇനിയിപ്പോൾ എന്തെങ്കിലും ജാമർ വെച്ചിട്ടാണോ എന്താണോ എന്ന് അറിയില്ല, പക്ഷെ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പ്ലസ് നമ്മൾ അടുത്തൊരു സ്ട്രഗിളാണ് ഫുഡ്. ഫസ്റ്റ് ഇയറിൽ ആക്ച്വലി ഫുഡിൻ്റെ സ്ട്രഗിൾസ് കുറച്ചേ വരൂ. കാരണം ഫസ്റ്റ് ഇയർ എല്ലാ കോളേജിലും നല്ല ഫുഡായിരിക്കും തരിക. പിന്നെ നല്ല ഫുഡ് തന്നാൽ പോലും നമ്മൾ ഇതായിട്ട് അഡ്ജസ്റ്റ് ആവില്ല. ഇത് കഴിച്ചിട്ട് നമുക്കൊരു മടുപ്പ് വരാൻ തുടങ്ങും. സെയിം ടൈം ടേബിളിൽ സെയിം ഫുഡ് വന്ന് നമുക്കൊരു മടുപ്പ് വരും. അതൊരു റീസണാണ് കേട്ടോ. ഫുഡിൻ്റെ മാത്രം കുഴപ്പമല്ല, നമുക്കൊരു മടുപ്പ് വരുന്നതും ആക്ച്വലി പറഞ്ഞാൽ ഭയങ്കര വലിയൊരു റീസണാണ്. പിന്നെ അത് അടുത്തത് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഹോം സിക്ക് ആവും നമ്മൾ. നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. നമ്മളെ സ്ട്രേഞ്ചേഴ്സാണ്, നമ്മളെ റൂംമേറ്റ്സ് ആദ്യം നമുക്ക് സ്ട്രേഞ്ചേഴ്സാണ്. പ്ലസ് നമുക്ക് ഈ പറയുന്ന ഫ്രണ്ട്സൊന്നും നമ്മുടെ ആരും അല്ലാത്ത പോലെ ഫസ്റ്റ് നമുക്ക് തോന്നും. അപ്പം നമ്മൾ ഭയങ്കര ഹോം സിക്കായിരിക്കും. പല സമയത്ത് നമുക്ക് ലെഫ്റ്റ് ഔട്ടായിട്ട് ഫീൽ ചെയ്യും. കാരണം നമുക്ക് വീട്ടിൽ കിട്ടുന്ന, ഫസ്റ്റ് ടൈം ഹോസ്റ്റേഴ്സ് ആണെങ്കിൽ കുറച്ച് കഷ്ടപ്പാടായിരിക്കും. കാരണം വീട്ടിൽ കിട്ടുന്ന ആ ഒരു കെയർ, വീട്ടിൽ നമുക്ക് എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുക, അതൊന്നും നമ്മൾ കുറച്ച് എന്താ പറയുക, ഒരു സോഷ്യൽ ഇമേജ് കീപ്പ് ചെയ്തിട്ട് വേണ്ട നമ്മൾ വീട്ടിലെങ്ങനെയാണോ കറക്റ്റ് അതുപോലെ പൊട്ടിത്തെറിച്ച് അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. അപ്പം അതിൻ്റെ ഡിഫിക്കൽറ്റീസ് നമ്മൾ എന്തായാലും ഫേസ് ചെയ്യും. പക്ഷെ അത് ആക്ച്വലി നമുക്ക് നല്ലതാണ്. കാരണം ഇങ്ങനെയൊക്കെ കോപ്പപ്പ് ചെയ്ത് വരുമ്പോഴേ നമ്മൾ ലൈഫിൽ ലൈക്ക് ഏത് സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കും. ആൻഡ് പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ചില കോളേജസിൽ മൊബൈൽ ഫോൺ പോലും ഫസ്റ്റ് ഇയറിൽ അലൗഡ് അല്ല കേട്ടോ. എനിക്ക് കറക്റ്റ് ഏത് കോളേജസാണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ചില കോളേജസിൽ മൊബൈൽ ഫോൺ പോലും അലൗഡ് അല്ല. അടുത്തതാണ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഓൾറെഡി നമുക്ക് MBBS കുറച്ച് ചിലവാക്കിയിട്ടുള്ളൊരു കോഴ്സാണ്. പ്രത്യേകിച്ച് നമുക്ക് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ കിട്ടുമ്പോൾ ഇത്രയും ലാക്സ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് പിന്നെ എൻജോയ് ചെയ്യാൻ വേണ്ടി കുറേ ഔട്ടിങ്ങിന് പോകാനോ, അല്ലെങ്കിൽ ഒന്നാമത് ഔട്ടിങ്ങിന് പോകാൻ പെർമിഷൻ ഇല്ല. അത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര റിഗ്രറ്റ് അടിക്കും. ഈവൻ ഫുഡ് വരെ നമ്മൾ പുറത്തുനിന്ന് ഒരുപാട് വാങ്ങിക്കുമ്പോൾ ഹോസ്റ്റൽ ഫീ മെസ് ഫീ ഇത്ര കൊടുത്തല്ല. അപ്പം നമുക്ക് ഭയങ്കര റിഗ്രറ്റ് അടിക്കും. ഇത്രയും കാശ് കൊടുത്ത് വാങ്ങിക്കണോ, കാരണം ഈ കാശ് അതിന് വേണ്ടി വരും. ഓൾറെഡി ഇവിടെ ഇത്രയും കാശ് കൊടുത്താണ് പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു റിഗ്രറ്റ് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും കേട്ടോ. നമ്മൾ കെയർഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പോലും പൈസ കിട്ടാതെ ഒരവസ്ഥ വരും. ആൻഡ് അടുത്തതാണ് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ രാത്രി ലേറ്റ് ആവും മിക്കവാറും പഠിച്ചിട്ട് കിടക്കാൻ. രാവിലെ എണീറ്റ് ക്ലാസ്സിന് പോകണം. ഇത്ര ഹെക്റ്റിക്കായിട്ടുള്ളൊരു സ്കെഡ്യൂളായിരിക്കും. നമുക്ക് ഭയങ്കര ഉറക്കം വരും ക്ലാസ്സിൽ. ആക്ച്വലി അത് എൻ്റെ പ്രശ്നമാണോ അറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുമായിരുന്നു. അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ ഇത് ഫേസ് ചെയ്യുമെന്ന് അറിയില്ല, പക്ഷെ ബ്രില്യൻറ്റിലും എനിക്ക് അത്യാവശ്യം ഉറക്കം വരുമായിരുന്നു. കാരണം രാത്രി ലേറ്റായിട്ട് ഇരുന്ന് രാവിലെ നേരത്തെ എണീറ്റ് നമ്മൾ അറ്റൻഡൻസ് നമുക്ക് പ്രാക്ടിക്കലിൽ 80%, തിയറിക്ക് 75%. ഇപ്പോഴാണ് തിയറിക്ക് 75 ആയത്, മുന്നേ തിയറിക്ക് 80 ആയിരുന്നു. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ക്ലാസ് അധികം കട്ട് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. എനിക്കൊക്കെ കട്ട് ചെയ്ത്, ഞാൻ ലാസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ പണി കിട്ടിയിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ട്സിനെയും സ്റ്റഡീസും
എന്താ പറയുക, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എല്ലാം നമുക്ക് മാനേജ് ചെയ്യണം. നമ്മൾക്ക് എന്താ പറയുക, എത്ര ടയേർഡായാലും നമുക്ക് ലൈക്ക് എഴുന്നേറ്റ് രാവിലെ ക്ലാസ്സിന് പോകണം. എത്ര സാഡായാലും നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കണം. നമ്മൾ ഒരു സ്മൈല് കീപ്പ് ചെയ്യണം. എന്നാലേ നമുക്ക് എന്താ പറയുക, നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചാൽ സത്യം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മൾ ഭയങ്കര ടയേർഡായി പോകും. പക്ഷെ പറ്റുമെന്ന് വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് എങ്ങനെയൊക്കെ പറ്റും. പിന്നെ ഇനി ഇമോഷണലി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ കുറച്ച് സോഷ്യൽ ആങ്സൈറ്റി ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ഭയങ്കര ഇമോഷനായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, നമുക്ക് കോൺസ്റ്റൻ്റ്ലി നമുക്ക് ഇപ്പം എത്ര നമ്മുടെ കൂടെ ഉള്ളവർ നമ്മളെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചാലും നമുക്ക് വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ലെഫ്റ്റ് ഔട്ടായിട്ട് ഫീൽ ചെയ്യും. അതിപ്പോൾ നമുക്ക് അവരെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല, നമ്മുടെ മാത്രം പ്രശ്നമാണ്. സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടെങ്കിൽ, ഇൻട്രോവേർട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ വരെ കുറേ ടൈം എടുക്കും. പക്ഷേ ട്രസ്റ്റ് ദ പ്രോസസ് ആൻഡ് യുവർ വൈബ് അട്രാക്ട്സ് യുവർ ട്രൈബ്. അതെങ്ങനെയൊക്കെ നിങ്ങളുടെ ആ ട്രൈബിൻ്റെ അടുത്ത് നിങ്ങൾ എത്തും, നിങ്ങൾ ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്തിട്ട്. ആൻഡ് ഫസ്റ്റ് തിങ് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ മെയിൻ എയിം ഇവിടെ വന്നിട്ട് പഠിക്കുകയാണ്, അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചിട്ട് പോവുകയാണ് നമ്മുടെ മെയിൻ എയിം. അതിൻ്റെ ഇടയിൽ ഫ്രണ്ട്ഷിപ്സും എല്ലാം അതുപോലെ തന്നെ കറക്റ്റായിട്ട് നമ്മുടെ ലൈഫിൽ വരുന്നതായിരിക്കും. പിന്നെ അടുത്തത് ഇമോഷണലി നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു സ്ട്രഗിൾ എന്താണെന്ന് വെച്ചാൽ, മാർക്ക് കുറയുമ്പം നമ്മൾ ഈ കോഴ്സ് എടുത്തത് എനിക്ക് ശരിയായോ, എന്നെ കൊണ്ട് പറ്റുന്നുണ്ടോ, ഇത് ഭയങ്കരമായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഇത്ര കാശ് കൊടുത്ത് പഠിക്കുന്നുണ്ട്, റിഗ്രറ്റ് അടിക്കേണ്ട ആവശ്യമുണ്ടോ, എന്നെക്കൊണ്ട് ഇത് പറ്റുമോ, എനിക്ക് ഇത്ര മാർക്ക് കുറഞ്ഞില്ല, എന്തുകൊണ്ട് എനിക്ക് മാർക്ക് കുറയുന്നത്, അങ്ങനെ കുറേ ടെൻഷൻസ് ഉണ്ടാവും. പിന്നെ അടുത്താണ് പ്രാക്ടിക്കൽ എക്സാംസിൻ്റെ സമയത്ത്. പ്രാക്ടിക്കൽ എക്സാംസ് അല്ല, പ്രാക്ടിക്കൽ ക്ലാസ്സസും. പണ്ടത്തെ ടീച്ചേഴ്സിനെ പോലെയല്ല പ്രൊഫസേഴ്സ് നമ്മളിവിടെ വന്നതേ വേസ്റ്റാന്നുള്ള രീതിക്ക് സംസാരിക്കും. നിങ്ങൾ എന്തിനാ MBBS എടുക്കുക, നിങ്ങളെ കൊണ്ടൊക്കെ പറ്റുമോ, ആ രീതിക്കൊക്കെ സൗണ്ടിൽ പ്രാക്ടിക്കലിൽ നമ്മളെ കളിയാക്കും കേട്ടോ. പക്ഷെ നമ്മളത് ഫസ്റ്റ് ഇയറിൽ അത് സർവൈവ് ചെയ്ത് വന്നാൽ പിന്നെയുള്ള ഇയേഴ്സ് നമുക്ക് യാതൊരു പ്രശ്നമില്ല. അങ്ങനെ പിന്നെ ഇനി ഞാൻ കുറച്ച് ഫൺ പാട്ടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫൺ പാട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ഡിസെക്ഷൻ ഹാളിൽ പറയാം. ഡിസെക്ഷൻ ഹാളിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് വന്ന് നിൽക്കും. പക്ഷേ അവിടെ നമുക്ക് ആകെ പ്രശ്നങ്ങളായിരിക്കും. തുടക്കത്തിൽ നമ്മളെ കണ്ണിൽ നിന്ന് വെള്ളം വരും, മൂക്കെരിയും. അപ്പം നമുക്ക് കടാവേഴ്സിനെ കാണുമ്പോഴുള്ള ബുദ്ധിമുട്ട്. പിന്നെ അതാണ് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് കേട്ടോ, ഡിസെക്ഷൻ ഹാളാണ്. കുറേ പേര് തല ഇറങ്ങി വീഴും, എന്നാലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലം ഡിസെക്ഷൻ ഹാളാണ്. കാരണം 20 പേരാണ് ഞങ്ങൾക്കൊക്കെ ഒരു ടേബിളിൽ ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ അടിപൊളിയായിട്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഡിസെക്ഷൻ ടേബിൾ. പക്ഷെ അവിടെ നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. പിന്നെ അടുത്താണ് ഫിസിയോളജിയിൽ ഞാൻ പറഞ്ഞ ഹെമറ്റോളജി. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമൊക്കെ ഞാനൊക്കെ കുറേ പേരെ ബ്ലഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് തരുമോ എന്ന് വെച്ചിട്ട്. അങ്ങനെ നമുക്ക് എടുത്താലും തികയില്ല, എനിക്കാണെങ്കിൽ കുത്താനും പേടി. പിന്നെ കുത്തി പഠിക്കുന്നത് നമ്മുടെ ഒരു നല്ല ടൈമാണ്. ആൻഡ് ലാസ്റ്റ് തിങ്, ഫിഗറിങ് ഔട്ട് ഹൗ ടു സർവൈവ്. നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യണമെന്ന് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യും ഫസ്റ്റ് ഇയറിൻ്റെ ലാസ്റ്റ് എക്സാമും ലൈക്ക് ഇതൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, ഇതാണ് MBBS. പിന്നെ നമുക്ക് സെക്കൻഡ് ഇയറിൽ ഒരു ഡിഫിക്കൽറ്റീസും ഉണ്ടാവില്ല. സെക്കൻഡ് ഇയറിൽ നമ്മൾ മാക്സിമം ഹാപ്പി ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റഡീസും ബുദ്ധിമുട്ടും നമ്മൾ ഫേസ് ചെയ്യും. ബട്ട് സ്റ്റിൽ നമുക്ക് ഇതൊക്കെ എങ്ങനെ സർവൈവ് ചെയ്ത് പോകണം എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും. നമ്മൾ ആദ്യം കോളേജിൽ ചെല്ലുമ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നറിയില്ല. ലൈക്ക് പിറ്റേന്ന് ക്ലാസ് തുടങ്ങുമ്പോൾ എന്ത് ഡ്രസ്സ് ഇടണം എന്നറിയില്ല. അങ്ങനെ നമ്മൾ ഞാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് വാരി വലിച്ചിട്ടിട്ട് പോയി, കുറേ മേക്കപ്പൊക്കെ ഇട്ട് പോയപ്പോഴാണ് മനസ്സിലായത് ആരും ഇല്ലായിരുന്നു, സീനിയേഴ്സൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളിങ്ങനെ കൊണ്ടുവരിക. ഞങ്ങൾക്ക് ഫ്രഷേഴ്സ് ഡേ ഇല്ലായിരുന്നു. പ്ലസ് വൈറ്റ് കോട്ട് സെറമണി ആണെങ്കിൽ അതും കോവിഡിൻ്റെ സമയമുണ്ട്, ഞങ്ങൾക്ക് നന്നായിട്ട് നടത്താനൊന്നും പറ്റിയില്ല. ഞാൻ വീണ്ടും പറയുന്ന ഒരു കാര്യമാണ്, ഫസ്റ്റ് ഇയർ ആണ് ഏറ്റവും നല്ല ഇയർ. നമ്മുടെ ആ ഒരു ബോണ്ടിങ് ഉണ്ടാക്കുന്ന, ആ പഠിക്കുന്ന എല്ലാം ചെയ്യുന്ന ഒരു ഇയർ. അതാണ് നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കുക. കൂടെ തന്നെ പഠിച്ചില്ലെങ്കിൽ പണി കിട്ടാൻ പോകുന്നത് നമുക്ക് ഫസ്റ്റ് ഇയർ ബാക്കാണ് ഉണ്ടാവുക. ഫെയിലായി കഴിഞ്ഞാൽ ജൂനിയേഴ്സിൻ്റെ കൂടെ പോയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫെയിൽ ആവില്ല എന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഫെയിലാവും. അപ്പം എന്നാലും നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പം എന്നത്തെ പോലെ ഇന്ന് പറയണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമല്ല, നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ ഹാപ്പി ആക്കുന്നത്. അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാം. അപ്പോൾ ശരി, ടാറ്റാ, ബൈ.